ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കോട്ടയിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കാവശ്ശേരിയിലുള്ള ഒരു കൂട്ടുകാരെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ മനസ്സിലേക്ക് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നി. ഇന്ന് മഴയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയായിരുന്നു കേട്ടോ വിചാരിച്ചത്. പിന്നെ പണ്ട് കാരണവന്മാർ എവിടെയോ പറഞ്ഞ് കേട്ടതുപോലെ കർക്കിടകത്തിൽ അമ്പലം തൊഴുതിയില്ലെങ്കിൽ പിന്നെ എന്ത് കർക്കിടകം അല്ലേ. പിന്നെ ഇതേ നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോണ്ട് പുറത്ത് നല്ല മഴക്കാറുമായി ഇതേ അകത്ത് ഫുള്ള് വരികയാണ് കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നല്ല തിക്കും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു അകത്ത്. അപ്പോൾ വരുന്നൊന്നും നമ്മൾ തൊഴുതാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം വൈകുമെന്ന് പറഞ്ഞിട്ട് വരിയൊന്നും നിന്ന് തൊഴുതാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ കയറി ഞങ്ങൾ തൊഴുത് പ്രസാദമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇതേ പുറത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് മഴയും കൊണ്ടിട്ടേ പോവുള്ളൂ എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞ് കറങ്ങിയ ശേഷം രണ്ടുപേരും കൂടെ അങ്ങനെ പതുക്കെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോണ്ട് ഒരു രക്ഷയില്ല. നല്ല പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ തന്നെയായിരുന്നു കേട്ടോ. എന്നാൽ രണ്ടുപേരുടെയിലും കുടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുട പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, രണ്ടുപേരും മൊത്തത്തിൽ അങ്ങോട്ട് നനഞ്ഞു. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ ഈ അമ്പലത്തിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നേരെ രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടാ. അവിടെ എത്തുമ്പോഴുണ്ട് ഒരു രക്ഷയില്ല. അവിടെ നല്ല വരിയൊക്കെ വന്നിട്ട് എന്താ പറയുക, റോഡ് സൈഡിലൊക്കെയാണ് വരിയൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞു, എടി വാ ഞങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി നേരെ വിട്ടു നമ്മുടെ കാവശ്ശേരി പരക്കാട്ട് കാവിലെ അമ്മൻ്റെ അവിടെ കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ എത്താൻ നേരം വൈകിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കയറിയപ്പോൾ തന്നെ ഒരു അച്ഛൻ പറഞ്ഞു, മക്കളെ വയറ് നിറച്ച് ഭക്ഷണം എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പരക്കാട്ട് ഭഗവതിൻ്റെ അവിടെ പോയിട്ട് നല്ല അടിപൊളി കഞ്ഞിയും കറിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഞങ്ങൾ എത്തിയിട്ടായിരിക്കും എന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം അവിടെ വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാത്തതെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.